എല്ലാവർക്കും നമസ്കാരം. മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്തെ വേദനയെ ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത്. ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും നോർമലായിട്ട് വരുന്ന കണ്ടീഷനാണ്. നിനക്ക് മാത്രമൊന്നുമല്ല, ഇതെല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതല്ലേ, ഇത്രത്തോളമൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങോട്ട് നോർമലൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വരുന്ന വേദന നോർമലായിട്ടുള്ള വേദന തന്നെയാണോ, അതോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും റൂട്ട് കോസ്, എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ടോ? ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ അത് മാറിപ്പോകുമോ? അതോ മെനോപോസ് ആവുന്നവരെ ഈ വേദനയും കൊണ്ട് ഇങ്ങനെ പോകേണ്ടി വരുമോ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ നഹീമ, ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക് എടവണ്ണ, മലപ്പുറം. സാധാരണയായി നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് 28 ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയാം. എന്നാൽ കറക്റ്റ് 28 ദിവസത്തിന് തന്നെ മെൻസസ് വരണമെന്നില്ല. ചില ആളുകൾക്ക് ഒരു 5-6 ദിവസം ഇങ്ങോട്ട് മുന്നോട്ട് വരാം, കുഞ്ഞു സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ 5 ദിവസം അങ്ങോട്ട് പിന്തള്ളി പോവാം, ഒരാഴ്ചയൊക്കെ നീണ്ടു നിന്നിട്ട് അതും അവരുടെ നോർമൽ ആയിട്ടുള്ള സൈക്കിൾ ആവാം. വേറെ പെത്തോളജി ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഈ സൈക്കിൾ ചെറുതായി പോവാം, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അങ്ങോട്ട് പിന്തള്ളി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ 5, 6, 7 ദിവസമൊക്കെ ആയിരിക്കാം ബ്ലീഡിങ്. ചില ആളുകൾക്ക് 2-3 ദിവസം കൊണ്ട്, ഈവൻ ഒരു ദിവസം കൊണ്ടൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട്. മേ ബി അതും അവരുടെ നോർമൽ ആയിരിക്കാം, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ അങ്ങനെയൊക്കെ വരാം. അതുപോലെ തന്നെയാണ് ഈ പീരീഡ്സിന്റെ സമയത്തുള്ള വേദനയുടെ കാര്യം. പല ആളുകളിലും പല രീതിയിലാണ് ഉണ്ടാവുന്നത്. ഓരോ സ്ത്രീയും ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. അതായത് എല്ലാ സ്ത്രീകൾക്കും വരുന്നത് ആർത്തവവേദനയാണ്, പക്ഷേ ഓരോരോ സ്ത്രീക്കും ഓരോരോ ടൈപ്പായിരിക്കും വേദന. അതുപോലെ തന്നെ അവർക്ക് ആ വേദന ഫീൽ ചെയ്യുന്ന അവരുടെ സഹനശക്തി ഇതൊക്കെ അനുസരിച്ച് ആ വേദനയുടെ സിവിയറിറ്റിയിൽ വ്യത്യാസം വരാം. ചില ആളുകളിൽ ഈ നല്ല കഠിനമായ അടിവയറ്റിലുള്ള വേദനയോട് കൂടി തന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും, ഉരവേദന ഉണ്ടാവും, ഭയങ്കരമായിട്ടുള്ള കാലുകടച്ചിലായിരിക്കാം. ചില ആളുകൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഓക്കാനം വരാം, ഛർദ്ദിക്കാം, തലകറക്കം വരാം, കിടന്നോടത്തു നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരാം. ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും പീരീഡ്സിൻ്റെ സമയത്ത്. പക്ഷേ ചില ആളുകൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും, തൊട്ടേനും പിടിച്ചതിനൊക്കെ സങ്കടം കരച്ചിലായിരിക്കും. എന്നാൽ ചില ആൾക്ക് ഇതിൻ്റെ ഒരു മിക്സ് ആയിട്ട് വരാം. ചില കുട്ടികളിലൊക്കെ ഈ പീരീഡ്സ് വരുന്നത് നമുക്കറിയാൻ പറ്റും. അതായത് പീരീഡ്സിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ 1-2 ദിവസം മുന്നേ ഒക്കെ ആയിട്ട് ഇങ്ങനെ തലവേദനയായിട്ട് തുടങ്ങും. തലവേദന വരുമ്പോൾ തന്നെ അറിയാം പീരീഡ്സ് വരാൻ പോകുന്നതെന്നുള്ള. ഈ രീതിയിലേക്കൊക്കെ സിംറ്റംസ് മാറി മാറി വരാം. ഓരോ കുട്ടികളിലും ഓരോ രീതിയിലായിട്ട് പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ വേദന വന്നാൽ ചില ആളുകൾക്ക് ചൂടുവെള്ളം കുടിച്ചാൽ ആശ്വാസം വരും, അല്ലെങ്കിൽ ഹോട്ട് ബാഗ് ചൂട് വെച്ചാൽ ആശ്വാസം വരും. എന്നാൽ ചില ആളുകൾക്ക് ചുരുണ്ട് മുടി കിടന്ന് നല്ല അമർത്തി പിടിച്ചാൽ വേദനയായിരിക്കും. ചില ആളുകൾക്ക് കിടക്കാനേ പറ്റില്ല, ഇരിക്കണം അല്ലെങ്കിൽ നടക്കണം, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചില സ്ത്രീകളിൽ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എന്ത് തന്നെ ചെയ്താലും ഒരാശ്വാസം കിട്ടാതെ ഓരോ മാസവും ആ ദിവസങ്ങളിൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിച്ച് ആ ഒരു ഭയങ്കര പേടിയോട് കൂടി ആ മാസങ്ങളെ വരവേൽക്കുന്ന സ്ത്രീകളുണ്ട്. ഹോമിയോപ്പതിയിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ലക്ഷണമാണുള്ളത്, എന്ത് ചെയ്താൽ കൂടും, എന്ത് ചെയ്താൽ കുറയും, ഇങ്ങനെയുള്ള കുറേ സിംറ്റംസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് മെഡിസിൻസ് കൊടുക്കുന്നത്. ഡിസ്മെനോറിയ എന്നുള്ള കണ്ടീഷൻസിന് നല്ല രീതിയിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞിന് ആദ്യമായിട്ട് മെൻസസ് ആയത് മുതൽ ഈ മെൻസസ് വരുന്നതിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ ഇങ്ങനെ വേദന, അസ്വസ്ഥത, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി മെൻസസിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് അന്നേ ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടോ, ചെറുതായിട്ട് അടിവയറ്റിൽ വേദനയും ബാക്ക് പെയിനും കാലുകടച്ചിലൊക്കെ ഉണ്ടാവാം. വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഡിസ്മെനോറിയക്ക് പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ മെൻസസിന്റെ സമയത്ത് പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്നുള്ള ഹോർമോൺസ് കൂടുതലായിരിക്കും. അതും യൂട്രസിന്റെ ഈ ഒരു സങ്കോചം, ഇന്നർ ലെയർ ഷെഡ് ചെയ്ത് പോകാനുള്ള ആ ഒരു ക്രാമ്പിങ് പെയിൻ ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. വേറെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതിനെയാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഈ മെൻസസ് ആയി കഴിഞ്ഞ മെനാർക്കെ ആദ്യത്തെ മെൻസസ് വന്ന മുതൽ കുറച്ച് നാളുകൾ, ഈവൻ ഒരു 3 വർഷത്തോളമൊക്കെ ഇതൊക്കെ നോർമലായിട്ടും ഉണ്ടാവാം. ഇതിന് വേറൊരു അണ്ടർലൈൻ വേറൊരു റീസൺ ഒന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ ആദ്യമൊന്നും വേദന ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു വേദന സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയും. അതായത് യൂട്രസിലോ അല്ലെങ്കിൽ നമ്മുടെ ഓവറിയിലോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു പെത്തോളജി, അണ്ടർലൈൻ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള പെട്ടെന്നൊരു വേദനകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ വേദനയുടെ കൂടെ ഭയങ്കര സിവിയർ ബ്ലീഡിങ് പോവുക, കട്ടയായിട്ട് ബ്ലീഡിങ് ആയിട്ട് പോവുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് വേറെ പല റീസൺസ് ഉണ്ടാവാം. ഇതിൻ്റെ റീസൺസ് നോക്കുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന, എന്നാൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് PID എന്ന് പറയുന്നത്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അതായത് നമ്മൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ പറയും ഗർഭപാത്രത്തിൽ നീർക്കെട്ടുണ്ട് എന്ന് പറയുന്ന കണ്ടീഷൻ. ക്രോണിക് ആയിട്ട് നമുക്കിങ്ങനെ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രപ്പഴുപ്പ് വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ലൂക്കോറിയ, വെള്ളപ്പൊക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അത് മാറും പിന്നെയും വരും. ഈ രീതിയിൽ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളിൽ
ഈ ഇൻഫെക്ഷൻ മേലോട്ട് കയറിപ്പോയി നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്സിലും അതിനിടയിലുള്ള പച്ച് ഓഫ് ദി ഗ്ലാസ് എന്നൊക്കെ പറയാം അവിടെയൊക്കെ നീർക്കെട്ടായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ വെള്ളപ്പൊക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രപ്പഴുപ്പ് ഇതൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രോണിക് ആയിട്ടുള്ള പെൽവിക് ഇൻഫെക്ഷൻ ഒരു കാരണമായിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്കൊരു USG സ്കാൻ പെൽവിസിൻ്റെ സ്കാൻ എടുത്താലാണ് നമുക്ക് അതിൽ നേർക്കെട്ട് തന്നെയാണ് ഇതിൻ്റെ റീസൺ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള വേറൊരു റീസണാണ് എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് എന്നൊക്കെ പറയുന്നത്. അതായത് യൂട്രസിൻ്റെ അകത്തെ ലൈനിങ്ങിൽ ഈ മെൻസസിൻ്റെ സമയത്ത് ഷെഡ് ചെയ്ത് പോരുന്ന ഈ ലൈനിങ് വേറെ പല സ്ഥലങ്ങളിലും ഓവറിയിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് പുറത്തോ ഒക്കെ അവിടെ ഇവിടെയായിട്ട് വേറെ പല സ്ഥലങ്ങളിലും പോയിട്ട് പറ്റി പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്ന അങ്ങനെയുള്ള കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അത് ഈ മെൻസസിൻ്റെ നമ്മുടെ ഹോർമോൺസിൻ്റെ സൈക്കിൾ ഇങ്ങനെ വരുമ്പോൾ ഹോർമോൺസ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് പോരുമല്ലോ. അപ്പോൾ ആ പോരുന്ന സമയത്ത് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ബ്ലീഡിങ് വരും. അപ്പോൾ ഈ ബ്ലീഡിംഗ് ഒന്നും പുറത്തേക്ക് വരാനുള്ള വഴിയില്ല. അപ്പോൾ അത് അവിടെ കിടക്കുകയും അവിടെ ഇൻഫ്ലമേഷൻ വരികയും അപ്പോൾ നമുക്ക് സാധാരണ ഉള്ളതിലേറെ കൂടുതലായിട്ട് പെയിൻ അനുഭവിക്കുകയും ചെയ്യും. ഇതാണ് എൻഡോമെട്രിയോസിസിൽ കൂടുതലായിട്ട് പെയിൻ വരാനുള്ള റീസൺ. ഈ എൻഡോമെട്രിയോസിസ് അതായത് യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് പോയിട്ട് ഓവറിയിൽ പോയിട്ട് വളരുന്നതിനെയാണ് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി എന്ന് പറയാം. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ നല്ല സിവിയർ പെയിൻ ആയിരിക്കും ഉണ്ടാകും. പിന്നെ നമ്മൾ ഓവറിയിൽ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻ PCOD ആണ്. PCOD എന്ന് പറയുന്ന സിസ്റ്റ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ കുമിളകളായിട്ട് ഇങ്ങനെ രൂപപ്പെടുകയാണെങ്കിലും PCOD ഉള്ള ആളുകളിൽ പൊതുവേ അത്രത്തോളം സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്മെനോറിയയുടെ റീസൺ ആ രീതിയിലേക്ക് വരാറില്ല. വളരെ കുറഞ്ഞ ആളുകളിലെ PCOD ഒരു ഡിസ്മെനോറിയക്ക് കാരണമാവാറുള്ളൂ. എന്നാൽ ഈ ഓവറിയിലുള്ള സിംഗിൾ സിസ്റ്റ് പല ടൈപ്സ് ഓഫ് സിസ്റ്റുകളുണ്ട്. ആ സിസ്റ്റുകളെല്ലാം ഇതുപോലെ സിവിയർ പെയിനിന് റീസൺ ആവാറുണ്ട്. ഫൈബ്രോയിഡ് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ പോളിപ്പൊക്കെ ഉള്ള ആളുകളിൽ നല്ല ബ്ലീഡിങ്ങും ആയിരിക്കും, നല്ല പെയിനും ആയിരിക്കും. ഈ ആളുകളിൽ ബ്ലീഡിങ് ഒരു പക്ഷേ കുറേ കാലം നിൽക്കാണ്ട് ഇങ്ങനെ ഒന്നുകിൽ നല്ലോണം ബ്ലീഡിങ് സിവിയർ ആയിട്ട് പ്രൊഫ്യൂസ് ആയിട്ട് ബ്ലീഡിങ് കുറേ പാഡ് മാറ്റേണ്ടി വരുന്ന രീതിയിലുള്ള ബ്ലീഡിങ് ആയിട്ട് വരാം, നല്ല സിവിയർ പെയിനോട് കൂടി. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാസത്തോളമൊക്കെ അങ്ങനെ നീണ്ടു പോകുന്ന ബ്ലീഡിങ് ആയിട്ട് കുറച്ചായിട്ട് ശുദ്ധിയാവാത്ത രീതിയിൽ അങ്ങനെ പോകുന്ന ബ്ലീഡിങ് ആവാം. സോ ഫൈബ്രോയിഡും എൻഡോമെട്രിയൽ പോളിപ്പൊക്കെ സിവിയർ ഡിസ്മെനോറിയക്ക് റീസൺ ആണ്. ഈ പറഞ്ഞ റീസണുകളെല്ലാം ആണോ നമ്മുടെ ഡിസ്മെനോറിയയുടെ കാരണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു USG പെൽവിസ് എടുത്ത് നോക്കണം. സ്കാനിങ് അബ്ഡോമിനൽ സ്കാനിങ് എടുത്ത് നോക്കിയാൽ നമുക്ക് റീസൺ അറിയാൻ പറ്റും. പലപ്പോഴും ഇങ്ങനെയുള്ള മെൻസസ് പെയിൻ നോർമലാണ്, അതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിട്ടുകളയാറുണ്ട്. പക്ഷേ ഇതുവരെയുള്ള നമുക്ക് ഓരോരോ മാസം വരുന്ന ബ്ലീഡിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങൾ വരിക, കളർ വ്യത്യാസങ്ങൾ, കട്ടായിട്ട് പോവുക, കുറേ ഡേയ്സ് നിൽക്കുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ് പീരീഡ്സ് വരാണ്ടിരിക്കുക, ഈ രീതിയിലൊക്കെ വരുമ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. 1, 2, 3 മാസത്തോളം ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വേദനകൾ ഇത്രയും നാളും നമുക്ക് ഇല്ലാത്തൊരു വേദന ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ വേറെ പല പ്രയാസങ്ങളും അങ്ങനെയൊക്കെ എക്സ്ട്രാ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട് അതെന്താണ്, അതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇങ്ങനെയുള്ള പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളിൽ നമുക്ക് ഫുഡിൽ ചെറിയ രീതിയിൽ ജനറൽ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും, അതുപോലെ തന്നെ കറുകപ്പട്ട ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് കുടിക്കും, അതുപോലെ തന്നെ ഇഞ്ചി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അത് തിളപ്പിച്ചിട്ട് ഈവൻ അതിലേക്ക് കുറച്ച് ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. ഇതൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ കഴിക്കാൻ പറയുന്നത് വെച്ചാൽ ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമുക്ക് ആ സമയത്ത് അവിടെ ഒരു ഇൻഫ്ലമേഷൻ തന്നെയാണ് നടക്കുന്നത്. സോ ആ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈവൻ പീരീഡ്സിൻ്റെ ഒരാഴ്ച മുന്നേയൊക്കെ നമ്മളിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവുക. അങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കറുകാപ്പട്ടയിലൊക്കെ നല്ല രീതിയിൽ കാൽഷ്യം, അയണും മാഗ്നീഷ്യം കണ്ടൻ്റൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഈ മാഗ്നീഷ്യം കണ്ടൻ്റുള്ള ഫുഡുകൾ എപ്പോഴും ഡിസ്മെനോറിയ പെയിൻ കുറക്കാനും സഹായമാവും. ഈ മാഗ്നീഷ്യം കണ്ടൻ്റുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ബനാന, സ്പിനാച്ച്, ചീര, നിലക്കടല, ആൽമണ്ട്, ബദാമും അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, ദെൻ ഡാർക്ക് ചോക്ലേറ്റ്, ഇതെല്ലാം മാഗ്നീഷ്യം നല്ലോണം അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ ഇതൊരു നമുക്ക് ഒരു 15 ഡേയ്സ് പീരീഡ്സിൻ്റെ ഒരു 15 ദിവസം മുന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കഴിച്ചു പോവുക.
എന്നുള്ളതൊക്കെ നമുക്കിതൊരു ജനറൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നല്ലതാണ്. പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ ഒരു സമയത്ത് പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഈ പൈനാപ്പിൾ സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്, ബ്രൊമലൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉള്ളതുകൊണ്ട് തന്നെ പൈനാപ്പിൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ യൂട്രസിന്റെ വാളില്ലേ അതിനെ റിലാക്സ് ചെയ്യാനൊക്കെ സഹായിക്കും. ഈ വേദനയോട് കൂടി തന്നെ ഈ ഓക്കാനം, ഛർദി, ഈ രീതിയിലേക്കൊക്കെ ഡൈജസ്റ്റീവ് ഇഷ്യൂസും കൂടെ ഉള്ള ആളുകൾക്ക് 2-3 ദിവസം പൈനാപ്പിൾ കഴിക്കുന്നതും ജനറലായിട്ട് അവർക്കൊരു ആശ്വാസം തരും. പിന്നെ ചില ആളുകൾക്ക് ചൂട് വെച്ചാൽ ആശ്വാസമുള്ള ആളുകളാണെങ്കിൽ ഹോട്ട് ബാഗ് നമുക്ക് കയ്യിൽ വെക്കാം. ഹോട്ട് ബാഗ് ഇങ്ങനെ വയറിലമർത്തി പിടിച്ചു കഴിഞ്ഞാൽ പൊതുവെ ആശ്വാസം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുക, വാം ബാത്ത്, ഇതൊക്കെ നിങ്ങൾക്കത് ആശ്വാസം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് അത് എല്ലാ മന്തും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫുഡൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആക്കുക. ഇതെല്ലാം ഒരു ജനറൽ മാനേജ്മെന്റ് ഉള്ള രീതിയിലാണ് പറയുന്നത്. പ്രൈമറി ഡിസ്മെനോറിയ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്തിട്ട് പോവാം. വേറെ റീസൺസ് ഒന്നുമില്ല, വേറെ മെഡിക്കേഷൻസ് ഈവൻ എന്നിട്ടും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്ന പെയിൻ കില്ലേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് കുറേ മെഡിസിൻസ് ഉണ്ട്. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഓരോ മന്തും കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ബ്രേക്ക് ചെയ്യാൻ, ഇവർക്ക് ഈ സിവിയർ ആയിട്ട് ഇങ്ങനെ ഇത്രത്തോളം സിവിയറിറ്റി ഒക്കെ കുറച്ചുകൊണ്ടുവരാനും ഇവരുടെ ഈ ഒരു ടെൻഡൻസി ബ്രേക്ക് ചെയ്യാനും നിങ്ങളുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്, ആ കുട്ടിയുടെ പ്രത്യേകതകളും ആ കുട്ടിയുടെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നോക്കിയിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിലൂടെ അവർക്ക് പ്രൈമറി ഡിസ്മെനോറിയ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് അത് മാറ്റിയെടുക്കാവുന്നതാണ്. ദെൻ സെക്കൻഡറി ഡിസ്മെനോറിയ ആണെന്നുണ്ടെങ്കിൽ ആദ്യം അത് എന്തുകൊണ്ടാണ് വരുന്നത്, എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പെയിന് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുള്ളൂ. സോ ഓരോരോ കേസും എന്താണ് അതിൻ്റെ റീസൺ അനുസരിച്ച് നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ ഓരോ മന്തും ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് പോകുന്നവർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഈവൻ അത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. അബ്നോർമൽ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡോക്ടർ നഹീമ, ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക്, എടവണ്ണ, മലപ്പുറം. താങ്ക് യു.